ഹായ് അസ്സലാമു അലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉഴുന്ന് ചേർക്കാതെ, ഉഴുന്നോ തേങ്ങയോ ഒന്നും ചേർക്കാതെ പഴയ ചോറ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി കഴുകിയെടുക്കാം. ഇതുപോലെ വെള്ളമെടുത്ത് ഞാനിപ്പോൾ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിക്കാം. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു 4 മണിക്കൂർ നേരം കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഇല്ലെങ്കിൽ രാവിലെ കുതിർന്നത് അധികമായാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ ഇട്ട് വൈകുന്നേരം അരയ്ക്കുകയോ പിന്നെ അങ്ങനെ ചെയ്താലും മതി, നമ്മൾ സാധാരണ ദോശക്ക് അരക്കുന്ന പോലെ. ഇപ്പോൾ ഞാനതിന് 2 കപ്പ് അരിക്ക് 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പകുതി ചോറും പകുതി അരിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. പകുതി അരി ഇട്ടിട്ടുണ്ട്. ഇനി 2 കപ്പ് ചോറിൽ നിന്ന് 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ സാധാരണ ദോശക്ക് അരക്കുന്ന പോലെ. എന്നിട്ട് ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ അരക്കാം. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ സാധാരണ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് അതുപോലെ ചെയ്തോളൂ. ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ പറയും കൈ വെച്ച് മിക്സ് ചെയ്താൽ നന്നായി പൊങ്ങി വരുമെന്ന്. നമ്മളെല്ലാം നമ്മളെ കൈ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. വൈകുന്നേരം വെച്ച് രാവിലെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, കുറച്ച് കുറവുണ്ട്. ഇതിവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് പൊങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം ദോശ ചുടുന്നതിൻ്റെ മുമ്പ്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല പുളി വേണ്ടവർ വേണമെങ്കിൽ ആദ്യം തന്നെ മിക്സ് ചെയ്ത് മാവ് അരക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ചുടുന്ന സമയത്ത് ഇട്ടാൽ മതി. ഇനി ഞാനിപ്പോൾ കിഴങ്ങ് മസാലയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 കിഴങ്ങ് കട്ട് ചെയ്ത് കുക്കറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, ഒരു സവാള ചെറുത് കട്ട് ചെയ്തത്, കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് 3 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയൊന്ന് മൂടി വെച്ച് അടുപ്പിൽ വെക്കാം. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 വിസിലടിച്ചു, കിഴങ്ങ് വെന്തു. ഇനി അതൊന്ന് ഉടച്ചെടുക്കാം. നന്നായി ഉടക്കണ്ട, ചെറുതായി ഉടച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം നമുക്ക്. അതിന് ഇതുപോലെ ഉടച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ
കടുകിട്ട് കൊടുക്കാം. കടുകിട്ടിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില വാടി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച കിഴങ്ങ് മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ല ജീരകം ഇഷ്ടമാണെങ്കിൽ അത് ഒഴിക്കട്ടോ. ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. കടുകിൻ്റെ കൂടെ കുറച്ച് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ചട്ടി നന്നായി ചൂടായതിന് ശേഷം എണ്ണ തേച്ച് കൊടുത്തിട്ട് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായി നമ്മൾ മാവ് ഒഴിച്ച് പരത്തുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പരത്തണം, ഇല്ലെങ്കിൽ മാവ് ഉരുണ്ട് വരും കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ദോശ ചുടുന്ന പോലെ തന്നെ ചുടുന്നത്. നിങ്ങളെങ്ങനെയാണ് ചുടല് അതുപോലെ ചുട്ടാൽ മതി. മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതാ ഇപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ചുട്ടിട്ടില്ല. ഇനി നമുക്ക് ആവശ്യമാകുമ്പോൾ ചൂടോടെ ചൂടാൻ വിചാരിച്ചിട്ട് കുറച്ച് മാവ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ദോശ ചുട്ടിട്ട് നമ്മുടെ മസാലയൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ചെയ്യുമ്പോൾ, കിഴങ്ങ് മസാലയും ദോശയും. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ദോശയാണ്. തേങ്ങയോ ഉഴുന്നോ ഒന്നും ഇല്ല പറഞ്ഞിട്ട് ഇരിക്കണ്ട. ചോറ് ബാക്കിയായി പറഞ്ഞ് ടെൻഷൻ അടിക്കുകയും വേണ്ട. ഇതുപോലെയൊക്കെ ചെയ്താൽ മതി, നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.